പനയുടെ കള്ള് കാച്ചിട്ടല്ലേ കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ വെച്ചാൽ തെങ്ങിൻ്റെ കള്ള് കാച്ചിയല്ലേ ശർക്കര ആകുമോ? ഞാൻ അങ്ങനെ ആകുമെന്ന് വിചാരിച്ചു. കരിമ്പിൻ്റെ നീര് കാച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത് എന്ന് മറന്നുപോയി. ഒരിക്കലും എനിക്ക് തോന്നി, എന്നാൽ പിന്നെ കുറച്ച് തേങ്ങിൻ്റെ വെള്ളം എടുത്ത് കാച്ചി നോക്കിയാലോ. അത് തെങ്ങിൻ്റെ അകത്ത് നിന്ന് വരുന്നതാണല്ലോ, അതുപോലെ തന്നെ ആയിരിക്കില്ലേ കള്ളും വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങേൻ്റെ വെള്ളം എടുത്തിട്ട് കാച്ചി കുറിക്കും. എന്നിട്ട് അതിനെ ഒരു സ്പൂണിൽ ഒഴിച്ചു വെച്ചു. പക്ഷെ അത് ഉറഞ്ഞപ്പോൾ തിന്നാനായിട്ടേ നല്ല രുചിയാണ്. മുട്ടായി ഉണ്ടല്ലേ, മുട്ടായി, അത് തന്നെയാണ് നമ്മുടെ പല്ലിൽ ഒട്ടയൊക്കെ ചെയ്യും, അതേ രുചിയും. എന്നാലും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. വീട്ടിൽ തേങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കാച്ചി കുറുക്കുക, എന്തിലെങ്കിലും ഒഴിച്ചു വയ്ക്കുക, തിന്നാം, ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും ഒരു സംശയം, തെങ്ങിൻ്റെ കള്ള് കാച്ചല്ലേ ശർക്കര ആയില്ലെങ്കിൽ പിന്നെ അതെന്തിലാവുക?